ഹലോ, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് എത്തിയില്ലേ? ഇത്തവണ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി മുന്തിരിങ്ങ വൈൻ ഉണ്ടാക്കിയാലോ? ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ 2 കിലോ കറുത്ത മുന്തിരിങ്ങ നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. 1 പിടി മുഴുവൻ ഗോതമ്പ് ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട്. മുഴുവൻ ഗോതമ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നുറുക്ക് ഗോതമ്പ് എടുത്താലും മതി. 1 പിടി, അത് 1 പിടി തന്നെ മതി. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 4-5 ഗ്രാമ്പു. ഇനി നമുക്ക് 1.25 കിലോ പഞ്ചസാര വേണം. ഇത് ഞാൻ 2 കിലോ മുന്തിരിങ്ങയ്ക്ക് 1.25 കിലോ പഞ്ചസാര എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 1.5 തൊട്ട് 2 കപ്പ് വരെ തിളപ്പിച്ചാറിയ വെള്ളം വേണം. ഇത് നമ്മൾ മുന്തിരിങ്ങയ്ക്ക് മേലെ നികക്ക് നിൽക്കണം വെള്ളം. ഇനി നന്നായിട്ട് കഴുകി ഉണങ്ങിയ ഇതുപോലെയുള്ളൊരു ജാറ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇതെടുത്തിട്ട് ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇതിലേക്ക് ഇടണം. ഇതുപോലെ നമ്മൾ തണ്ടും ഇങ്ങനെ കൊലയായിട്ട് എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. അല്ലാതെ ഇങ്ങനെ പറിച്ച് തന്നെ ഇടണമെന്നൊന്നുമില്ല. ഇനി ബാക്കി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ചേർക്കണം. അതായത് പഞ്ചസാര, പട്ട, ഗ്രാമ്പു, പിന്നെ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ്, ഇതെല്ലാം ഇതിലേക്ക് ഇടുക. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. മുന്തിരിങ്ങയ്ക്ക് നികയ്ക്ക് വെള്ളം നിൽക്കണം കേട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം ഒരു തടിത്തവി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ചിരട്ടത്തവി വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ തവി നമ്മൾ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ തവി വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണേ ആ ഗ്രേപ്സ് എല്ലാം. ഇനി നമുക്കിത് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇത് അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഒരു നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് ഇത് കെട്ടി വെക്കണം. ഇനി ഇത് നമുക്ക് ഒരു 21 ദിവസം ഇത് സൺലൈറ്റ് ഡയറക്റ്റ് വരാത്ത സ്ഥലത്ത് അത് ഷെൽഫിലോ എവിടെയെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കണം. ഈ 2 ദിവസം കൂടുമ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ 10 ദിവസം 2 ദിവസം കൂടുമ്പോൾ ആ തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയും തിരിച്ചിതുപോലെ അടച്ചു വെക്കണം കേട്ടോ. ദാ 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദാ നമ്മുടെ വൈൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് പാത്രം എടുത്തിട്ടുണ്ട്. ഏത് പാത്രമായാലും മതി കേട്ടോ. കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയ കണ്ണകലമുള്ള തോർത്താണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ഉണങ്ങിയതാണ്. ഇനി ആ വൈൻ നമുക്ക് അരിച്ചെടുക്കാം ഇതിൽ. സാധാരണ അരിപ്പയിൽ അരിക്കുന്നതിൽ നല്ലത് ഇതുപോലെ അരിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ പീസുകൾ അങ്ങനെയുള്ള ഇതൊന്നും ഇതിൽ വീഴില്ല കേട്ടോ. ഇപ്പം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഞാനിത്. ഇനി ഈ അരിച്ചു വെച്ച വൈൻ നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വൈൻ ഇട്ട് വെച്ച ഭരണിയിൽ തന്നെ ആ ഭരണി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒഴിച്ചു വയ്ക്കുക. ഒരു 4-5 ദിവസം ഇതൊന്ന് മട്ടൊക്കെ അടിഞ്ഞു കിട്ടാനായിട്ടാണ്. ഇതാ 4 ദിവസം കഴിഞ്ഞ് നമ്മുടെ വൈൻ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഗ്രേപ്പ് വൈൻ റെഡി.